വാർത്ത VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകി ആദരിക്കാൻ പോവുകയാണ്. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി ചേരുന്നു. നോബൽ മരണശേഷം ഇതാ VS അച്യുതാനന്ദന് മുൻ മുഖ്യമന്ത്രിക്ക് പത്മവിഭൂഷൺ നൽകുകയാണ് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങൾ എന്താണ്? വിനീത, ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു. മരണാനന്തര ബഹുമതിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കേരളത്തിന് മൊത്തം 3 പേർക്കാണ് പത്മവിഭൂഷൺ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒന്ന് KT തോമസ്, അതോടൊപ്പം തന്നെ 2 P നാരായൺ, ഒപ്പം VS അച്യുതാനന്ദൻ. ഈ 3 പേർക്ക് കേരളത്തിന് പത്മവിഭൂഷൺ എന്താണെങ്കിലും ലഭിച്ചിരിക്കുന്നു. നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ പത്മശ്രീയിൽ ഉണ്ടാകും, പത്മ അവാർഡുകൾ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനമാണ്. ആ സാഹചര്യത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ ഈ പത്മ പുരസ്കാരങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പത്മ അവാർഡുമായി ബന്ധപ്പെട്ട് വരുന്നത്. രാജ്യത്തെ ഏറ്റവും പരമോന്നത ബഹുമതികളിലൊന്നായ പത്മവിഭൂഷൺ VS അച്യുതാനന്ദന് ലഭിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരം. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇതാ പത്മവിഭൂഷൺ ലഭിക്കുന്നത്. ഒപ്പം മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ എന്നുള്ള വിവരം കൂടി വരികയാണ്. നോബൽ മാരിക്കാരൻ ഇതാ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകുന്നു, ഒപ്പം വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ നൽകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. തീർച്ചയായും കേരളത്തിന് ഇപ്പോൾ ഈ പത്മ അവാർഡുകളിൽ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ, അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ, അത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ പത്മഭൂഷൺ നൽകിയിരിക്കുന്നു. പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ എന്താണെങ്കിലും വന്നിരിക്കുന്നത്. കേരളത്തിന് അഭിമാനകരമായ നിമിഷം എന്ന് നിസ്സംശയം പറയാൻ കഴിയും. മമ്മൂട്ടി പല ഘട്ടങ്ങളിൽ മമ്മൂട്ടിക്ക് വലിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പത്മഭൂഷൺ കൂടി നൽകി രാജ്യം മമ്മൂട്ടിയെ ആദരിക്കുകയാണ്. ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ സാമൂഹ്യ തലത്തിൽ വലിയ തരത്തിൽ കഴിഞ്ഞ കുറേ നാളെ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രതികരണങ്ങളൊക്കെ വലിയ തരത്തിൽ രാജ്യത്ത് ചർച്ചയാവുകയും സംസ്ഥാനത്ത് ചർച്ചയാവുകയും സാഹചര്യം ഉണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ നൽകിക്കൊണ്ട് ഇപ്പോൾ രാജ്യം ആദരിച്ചിരിക്കുന്നു. കേരളത്തിന് ഇപ്പോൾ പത്മ അവാർഡുകളിൽ പ്രധാനപ്പെട്ട പരിഗണന കേരളത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കേരളത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൽ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ VS അച്യുതാനന്ദൻ, CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, മരിച്ച CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി അടക്കം അത്തരത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് പത്മവിഭൂഷൺ നൽകുന്നു. ഒപ്പം KT തോമസ് പബ്ലിക് അഫയേഴ്സിന് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകുന്നു. P നാരായണൻ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിന് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകുന്നു. ഒപ്പം മമ്മൂട്ടിക്ക് പത്മഭൂഷണും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ് പത്മശ്രീയുടെ പുരസ്കാരങ്ങൾ. മൊത്തം 113 പേർക്ക് 113 പേർക്ക് പത്മശ്രീ പുരസ്കാരങ്ങളും എന്താണെങ്കിലും ഉണ്ട്. ഇതിൽ നേരത്തെ തന്നെ കേരളത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ പത്മശ്രീയിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണെങ്കിലും മമ്മൂട്ടി, VS അച്യുതാനന്ദൻ, വെള്ളാപ്പള്ളി നടേശൻ, അതോടൊപ്പം തന്നെ KT തോമസ്, ഒപ്പം P നാരായൺ എന്നീ പ്രധാനപ്പെട്ട ആളുകളാണ് ആദ്യ പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത്. പത്മവിഭൂഷണിലേക്കും പത്മഭൂഷണിലേക്കും എത്തിയിരിക്കുന്നത്. പത്മശ്രീയിലും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ എന്താണെങ്കിലും കേരളത്തിനുണ്ട്. പ്രധാനപ്പെട്ട ആളുകൾക്ക് പത്മശ്രീയും ഇപ്പോൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. വിനീത.